സിനിമ ഇറങ്ങി സ്കൂളിൽ ചെന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് വിനീത് പറയും. വിനീതാണല്ലോ കല്യാണം കഴിച്ചാൽ പറയും. അല്ല സ്കൂളില് പക്ഷെ അന്നത്തെ ഒരു വലിയൊരു കോൺട്രാസ്റ്റ് എന്താ പറയുക, സ്കൂളിൽ ഞാൻ ടെററാ. അതായത് അങ്ങനത്തെ ടെററല്ല ഞാൻ പറഞ്ഞത്. എന്റെ അടുത്ത് എന്നെ അങ്ങനെ ഭയങ്കര കളിയാക്കാൻ വരിക അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് സ്കൂൾ ലീഡറാണ്, ക്ലാസ് ലീഡറാണ്. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഇച്ചിരി എനിക്ക് അവിടെ ഒരു സ്റ്റാർഡം ഉള്ളത് കൊണ്ടും പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ. അപ്പൊ ആ ഫ്രണ്ട് സർക്കിളില് അന്നും ഇന്നത്തെ ഫ്രണ്ട് സർക്കിളിലായാലും എനിക്ക് അന്നത്തെ കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ സ്കൂൾ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. അപ്പൊ അവിടെ നമുക്കൊരു ആക്ടർ ഫീൽ ഇല്ല. അപ്പൊ അങ്ങനെ കളിയാക്കൂല എന്നാരും. പക്ഷെ എനിക്ക് പേടിയാന്ന് വെച്ചാൽ ഇത് കല്യാണമല്ലേ, അപ്പൊ ഇത് ആരെങ്കിലും ഇതെടുത്തിട്ട് പിന്നെ നമ്മൾ അതിന് വെച്ച് ട്രോളോ, അന്നത്തെ കാലത്ത് കളിയാക്കലാണ്. പക്ഷെ അത് ഉണ്ടായില്ല എനിക്ക്. അങ്ങനെ വലിയ അതൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തത്. കാരണം നമ്മള് ഫൈറ്റ് ചെയ്യുന്നു. അന്ന് കുട്ടിക്കാലത്ത് അങ്ങനെയാണല്ലോ ഫൈറ്റ്, പിന്നെ ആ സിനിമ, അങ്ങനെ ഓവറോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇപ്പോഴാണ് പേടിക്കുന്നത് അല്ലേ. അല്ല പക്ഷെ വിനീത് ഇത് റിലീസ് ചെയ്ത സമയത്ത് ഹൗ വാസ് ഇറ്റ്? ഐ ഡോണ്ട് റിമെമ്പർ. അതുകൊണ്ട് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതിന് ഷൂട്ടിന്റെ സമയത്തുള്ള കുറെ ഇൻസിഡൻസ് ആണ് അമ്പിളിയും കൂടെ വേണ്ടതായിരുന്നില്ലേ കുറെ കൂടെ. ഈ സിനിമയുടെ റീറിലൂടെ താങ്കൾക്ക് എന്താ ഏകദേശം തീരുമാനം? അതുപോലെ തന്നെ സിനിമയിൽ നിങ്ങൾക്ക് ആർക്കും ഡയലോഗ് ഇല്ല. വിനീതിന്റെ കഥാപാത്രം പോകുന്നത് പോലും മമ്മൂക്കയുടെ വോയിസ് ഓവറിലാണ്. അതൊരു വല്ലാത്ത ഫീലല്ലേ. അത് ഞാൻ പറഞ്ഞില്ല, ആ ക്യാരക്ടറിനെ ആക്ച്വലി ആളുകളുടെ മനസ്സിലേക്ക് നിർത്തുന്നത് തന്നെ ഈ ചന്തുവിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ്. അപ്പൊ ആ കുട്ടിക്കാലം അത്രയും ഇമ്പാക്ട്ഫുൾ ആയത് എം ടി സാറിന്റെ മനോഹരമായിട്ടുള്ള വോയിസ് ഓവറാണ് അതിന് മുകളിൽ കിടക്കുന്നത് ഡയലോഗ്സ്. അതില് മമ്മൂക്ക് അത്രയും ഇമോട്ട് ചെയ്തിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്ത് വേണം? ആര്യ ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരും പാടുമല്ലോ? കുട്ടിക്കാലത്തെ ഏതെങ്കിലും. അയ്യോ എല്ലാരും കൂടെ പാടാം, അതല്ലേ അതിന്റെ രസം. പക്ഷെ അങ്ങനെ ഒരു പാട്ടുണ്ടോ എല്ലാരും കൂടെ പാടാൻ പറ്റിയ? കോറസ് അത് ഞങ്ങൾ എല്ലാവരും പാടാം. അയ്യോ ആരെങ്കിലും എന്റെ കൂടെ പാടൂ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ? ഏതാ പാടാൻ പോണേ? ഏത് പാട്ടാന്ന് ആലോചിക്കുന്നത്? അതില് തന്നെ ഏതാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നേരത്തിലുള്ള വടക്കം പാട്ട് പഠിക്കോ? ഒബ്വിയസ്ലി അവിടെ നിന്നല്ലേ. അന്നായിരുന്നെങ്കിൽ ഞാൻ പാടിയ അതിനകത്തുള്ള ഏതെങ്കിലും പാട്ട് പാടും. പിന്നെ കളരി വിളക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ. കളരി വിളക്കു തെളിഞ്ഞതാണോ, കുന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, പൂത്തുലഞ്ഞതാണോ. ചെറുപ്പകാലം അഭിനയിച്ച രണ്ടുപേരുണ്ട്. ആരാണ് ചന്തുവിന്റെ ഡയലോഗ് പറയുന്നത്? അതൂടെ പറഞ്ഞിട്ടുണ്ട്. അമ്പിളി നേരത്തെ തന്നെയാണ് നല്ല സാധനം വന്നു പോയി. കാരണം ചന്തുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അതൊരു ക്ലാസിക് ഡയലോഗ്. പറഞ്ഞോ, ആരാ പറയുന്നത്? പറഞ്ഞു ഞാൻ. എത്രയോ പിള്ളേരുടെ ഹൃദയം തകർത്ത്. അല്ല അതിലെ അതിലെ ചെറുപ്പകാലം തന്നെയല്ലേ. ഡു ദാറ്റ്. ഒന്നുമില്ല പോലെ. അല്ലല്ല ഇത് മാത്രം എന്താ പറഞ്ഞേ? ചന്ദ്രനെ തോൽപ്പിക്കാൻ ആവുന്ന മക്കളെ പറഞ്ഞാൽ മതി.
ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ പിന്നെന്തോ ഒരു അതാ പറഞ്ഞ അത് പിന്നെ എനിക്ക് മക്കളെ എന്ന് പറഞ്ഞു. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അപ്പം അന്നത്തെ പോലെ തന്നെ സിനിമ വീണ്ടും ഒരു വലിയ വിജയമാകട്ടെ. ദേവദൂതൻ ഇറങ്ങി ഭയങ്കര കിടിലായിട്ട് വന്നു. അപ്പം അടുത്ത ഹിറ്റ് വടക്കൻ വീരഗാഥയാണ്. കിങ് ഓഫ് ഫ്രീ റിലീസ്. ഏതായാലും ഒരുപാട് സന്തോഷം വിനീത്, ജോമോൾ, ബിയോൺ, ആര്യ. സിനിമ ഒരു വലിയ വിജയമാകട്ടെ. വീണ്ടും നിങ്ങളുടെ സിനിമകൾ റീ റിലീസിനായി നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടാന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.